ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 750 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, പാകത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുക. ഇനി അപ്പോഴേക്ക് അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ ഉലുവയും 1 സ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് ചെറുതായി ഒന്ന് എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഒന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതേപോലെ തന്നെ 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളകും ചേർത്ത് ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. തക്കാളി നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇവയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിന് ശേഷം ഈ വേവിച്ച് വെച്ച ബീഫ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു പൊടി കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ മസാല ബീഫൊക്കെ നന്നായി ഒന്ന് സെറ്റായി വരട്ടെ. നല്ലോണം മസാല ബീഫൊക്കെ നന്നായി ഒന്ന് സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. നമുക്ക് ബീഫ് വാങ്ങി വെക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ബീഫ് നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.